ഇവന് എപ്പോഴും വിളിക്കാനേ നേരമുള്ളൂ. പിന്നെയും വിളിക്കുന്നു. എടുത്തിട്ട് എന്തോന്ന് പറയാൻ. ഹലോ, ആര്? മണിയണ്ണൻ ഏത് മണിയണ്ണൻ? മനസ്സിലായാ? മണികണ്ഠന്റെ അടുത്ത് റോങ് നമ്പർ ആന്ന് പറയുന്നത് ആരാന്ന് മനസ്സിലായില്ലേ? അച്ഛൻ തന്നെയാണ് ഇങ്ങനെ റോങ് നമ്പർ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റിക്കുന്നത്. അച്ഛന്റെ കള്ളത്തരം നീ പറഞ്ഞ സത്യമാണോ ഇല്ലെന്ന് എനിക്ക് ഉറപ്പൊന്നും ഇല്ല. പക്ഷെ അച്ഛൻ എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ട്. ഹലോ, ഇത് രവിയല്ല. തന്നോട് പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ട് വിളിക്കരുതെന്ന്. ഇത് റോങ് നമ്പർ. ഈ ആണുങ്ങളില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് വിളിക്കുന്നതിനാ കംപ്ലൈന്റ് കേട്ടോ. റോങ് നമ്പർ വെച്ചിട്ട് പോടാ. കാര്യം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നില്ലേ നല്ലത്. എന്തോ ചോദിക്കാതിരിക്കുന്നു. അമ്മ നമ്മളെ പഠിപ്പിച്ചെന്ന കാര്യമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് ചോദിക്കണം, മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. അതുകൊണ്ട് നമുക്ക് പോയി ചോദിക്കുന്നതായിരിക്കും നല്ലത്. രവിയേട്ടാ, എന്ത് മണി? എനിക്ക് രവിയേട്ടനോട് ഒത്തിരി സംസാരിക്കണം. മണി ഇപ്പോഴേ സമയമില്ല, നീ പോ, പിന്നെ വാ. രവിയേട്ടാ, ഇനി ഞാൻ ഇവിടെ ഒരു അർജന്റ് വർക്കിലാണ്. അതിനിടയ്ക്ക് സംസാരിക്കാൻ വന്നിട്ട് പിന്നെ പറയാൻ പോകും. എവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നതിന് എന്തോന്നിത്? രവിയേട്ടാ, ആരാ മണികണ്ഠൻ? ഏത് മണിയുണ്ട്? ഏത് മണിയുണ്ട്? ഇപ്പൊ വന്നിട്ട് പോയാ ചേട്ടാ. മണിയുണ്ട്, എന്റെ ഒരു ഫ്രണ്ട്. ഫ്രണ്ട് ആയിട്ടാണ് അയാൾ വീട്ടിൽ വന്നിട്ട് അയാളെ ഒഴിവാക്കി വിട്ടത്. എന്റെ മണി, ഞാൻ പറഞ്ഞത് ശല്യമാണ്. എനിക്കാണെങ്കിൽ അർജന്റ് വർക്കുകളുണ്ട്. എന്തോ അർജന്റ് വർക്ക് വെച്ചാ? ഇന്ന് അവധി ദിവസമാണ്, സൺഡേ ആണ്. പിന്നെ എന്തോ സൺഡേ ആയിട്ട് പോലും ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യുന്നില്ലേ? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കളിക്കാനെങ്കിലും വരില്ല. നിങ്ങളോട് പാട്ടൊക്കെ പാടിയിരിക്കില്ലായിരുന്ന. എന്നിട്ട് പോലും ഞാൻ വർക്ക് ചെയ്യുന്നത്. അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അവൻ ഒഴിവാക്കി വിട്ടത്. അറിയാമോ? ഫ്രണ്ട് ആണെങ്കിൽ ഇങ്ങനെ ഒഴിവാക്കും ഒരാള്? ഫ്രണ്ട് എന്ന് പറയോ? എന്റെ മണിക്കുട്ടി, ഞാൻ പറഞ്ഞില്ലേ അയാൾ ശല്യമാണ്. എന്ത് ശല്യപ്പെടുത്തിന്നാ പറയണേ? ഒരു കാര്യമില്ലാതെ വന്ന് സംസാരിച്ചോണ്ടിരിക്കും. ഇപ്പൊ സംസാരിക്കാൻ വന്ന ആളെന്തോ കാര്യം കാണാൻ എന്ത് പറയാൻ വന്നതാണ് എമർജൻസി ആയിട്ട്. രവിയുടെ ഒഴിവാക്കി. ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ പറ്റി ഇതിനു മുന്നേ പറഞ്ഞിട്ടില്ലല്ലോ. എവിടെ ആർക്കും അറിയില്ല. അതുപോലെ അയാൾക്ക് ഫോൺ നമ്പർ, വീടിന്റെ അഡ്രസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്റെ പൊന്നു മക്കളെ, ഞാൻ പറയാം. ഒരു ദിവസം നമ്മുടെ മരിയ ബേക്കറി ഇല്ലേ, ആ മരിയ ബേക്കറിയിൽ നിന്ന് ഒരു ചായ കുടിച്ചോണ്ടപ്പോ ഇയാളും അടുത്ത് വന്ന് ചായ കുടിച്ചു. അങ്ങനെ നോക്കി തിരിച്ച് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ കാഷ്വലായിട്ട് പരിചയപ്പെട്ടാണ്. പിന്നെ നല്ലൊരു സംസാരമൊക്കെ കണ്ടപ്പോ അങ്ങനെ ഞാൻ എന്റെ ഫോൺ നമ്പർ കൊടുത്തു. അങ്ങനെയല്ല, നമ്മളിപ്പം ഒരു കൂട്ടാവുകയാണെങ്കിൽ നമ്പർ കൊടുക്കില്ലേ? പക്ഷെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും ഞാൻ വിചാരിച്ചില്ല. ഞങ്ങളാരും കൊടുക്കൂല. കള്ളം പച്ചക്കള്ളം. ഇത് എന്തോ കള്ളത്തിലുണ്ടോ? സത്യം പറയാം, നിങ്ങൾ അയാളായിട്ടുള്ള ബന്ധം എന്നതാണ്. സ്വന്തം മോനാണെങ്കിൽ അതോട് പറഞ്ഞു. അവള് എന്തോ പറയട്ടെ, എനിക്ക് നിങ്ങളും അയാളുമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. അച്ഛാ, കുറെ നേരം കൊണ്ട് ഞങ്ങൾ ചോദിച്ചോണ്ടിരിക്കണം. അച്ഛാ, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം. ഇനി കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അവള് പറഞ്ഞ് ഞാൻ വിശ്വസിക്കും. മണി, അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തോന്ന്? പ്രവൃത്തിയിലാണ് സംശയം ഉണ്ടാക്കുന്നത്. മക്കളെ, ഞാൻ പറയാം. അയാൾ ഒരു ഏജന്റ് ആണ്. ഈ പോളിസിയൊക്കെ എടുപ്പിക്കൂലേ, ഇൻഷുറൻസിന്റെ. അയാൾ ഒരു മാസമായിട്ട് എന്റെ പുറകെ നടക്കുന്ന ഒരു പോളിസി എടുക്കാൻ വേണ്ടി, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്തോ അത് ഇതാണെന്നൊക്കെ പറഞ്ഞത്. ഞാൻ ഒഴിഞ്ഞു മാറി പോവാണ്, അതാണ് സംഭവം. അതെ, ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ അടുത്ത് പറഞ്ഞാൽ മതിയല്ലോ, എനിക്ക് എടുക്കാൻ പറ്റില്ല. അയ്യോ ദൈവമേ, 1000 വട്ടം ഞാൻ അവനോട് പറഞ്ഞാണെങ്കിൽ എനിക്ക് പറ്റില്ല. പിന്നെ അവനോട് എനിക്ക് സത്യം പറഞ്ഞ ഓഫീസിൽ നിന്ന് പണിയാൻ പറ്റില്ല. എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. അറിയോ? ഇത് നേരത്തെ പറഞ്ഞെങ്കിൽ ഞങ്ങളെ പറഞ്ഞു. ആ കാര്യം ഞങ്ങളോട് പറയാത്ത നിന്നോട്. ഇവളാണ് എപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കുന്നത് നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം, അതൊരു പ്രൊട്ടക്ഷൻ ആണ് എടുക്കുന്നത്. ഒരു ഭീമമായ തുകയാണത്. അതിനിപ്പോ എന്റെ പൈസ ഇരിക്കണ. അച്ഛ, ഈ കാര്യം ആദ്യമേ ഞാൻ വന്നപ്പോ പറയാത്തത് ആ പുള്ളി ഈ വീട്ടിൽ കേറാത്ത സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു വിടൂലേ. ഞാൻ വിചാരിച്ച് പറഞ്ഞങ്ങ് വിടാന്ന് വിചാരിച്ചു. രവിയേട്ടാ, ഈ വീട്ടിലെ സകലമാന പ്രശ്നവും നടക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യം തെളിച്ച് പറയാത്തോണ്ടാണ്. എന്തായാലും ഈ കാര്യം സമാധാനമായല്ലോ. ഇനി അയാൾ വന്നു കഴിഞ്ഞാൽ ജന്മത്ത് ഈ ഏരിയയിൽ വരാത്ത രീതിയിലാക്കാം. ഞങ്ങൾ നോക്കിക്കോളാം, ഞാനും നോക്കിക്കോളാം. അക്കാര്യം സോൾവ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഇവിടെ വേറൊരു കാര്യം സോൾവ് ചെയ്യാനുണ്ട്. പിങ്കി മക്കളെ, അല്ല റിങ്കി മക്കളെ, നീ ആ കൈ പിടിച്ചേ. ഈ കൈ പോയി. മണി കാര്യമായിട്ട് ഞാൻ ഇവിടുത്തെ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. നീ പിടി, ഞാൻ പിടിച്ചോളാം. അമ്മ ഇവിടെ അടിച്ച് എന്തിനമ്മ കൈ ചീറ്റാക്കണം? ഞാൻ ഒരു അടി കൊടുക്കാം. നേരം കൊച്ചു വായിൽ വലിയ വർത്തമാനം. നീ നേരത്തെ എന്റെ അച്ഛൻ എന്തുവാടി പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞില്ല. വേറെ ഭാര്യയും മക്കളും ഉണ്ടെന്ന് വരെ പറഞ്ഞോളൂ. അച്ഛൻ പറയോടി.
ആ